ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഐക്കോണിക് മെൻറ്റർ. അപ്പോൾ നമ്മൾ നമ്മുടെ കറണ്ട് അഫെയർ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലേസസ് ഇൻ ന്യൂസ്, എക്സ്പെഷ്യലി ദ പ്ലേസസ് റിലേറ്റഡ് ടു അന്റാർട്ടിക്ക. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അന്റാർട്ടിക്കയിലെ ഏതെങ്കിലും പ്ലേസ് ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് നമ്മൾ വളരെ കോംപ്രഹെൻസീവായിട്ട് ഇന്ന് കവർ ചെയ്യും. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും, നോട്ട് ഓൺലി ഫോർ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ 2025 ബട്ട് ഓൾസോ ഫോർ യുവർ KS എക്സാംസ്. ഇപ്പോൾ KSനും ഈ ക്ലാസ് റെലവൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടൻറ്റ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് മുമ്പോട്ട് പോവാം. ഇത് അന്റാർട്ടിക്കയുടെ ഒരു മാപ്പാണ്. നമുക്കറിയാം എർത്ത് ഒരു സ്ഫിയറാണ്. ചിലർ ഇതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ജിയോയിഡ് എന്ന് വിളിക്കും. എർത്തിൻ്റെ ഷേപ്പിനെ ചിലർ ജിയോയിഡ് എന്ന് വിളിക്കും. നമുക്കിപ്പോൾ ഇത് സിമ്പിളായിട്ട് സ്ഫിയറായിട്ട് കണ്ടാൽ മതി. അപ്പം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അന്റാർട്ടിക്ക കിടക്കുന്നത്. നമ്മൾ ഈ ഒരു വ്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടിയിൽ നിന്ന് നിങ്ങൾ സ്ഫിയറിനെ മുകളിലോട്ട് നോക്കിയാൽ ഈ ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ സെയിം വ്യൂ പോയിൻ്റാണ് ഇവിടെ നമുക്ക് റെപ്രസെൻറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മാപ്പ് നിങ്ങളൊന്ന് നോക്കിപ്പോണം. നമ്മൾ എൻറ്റയർ അന്റാർട്ടിക്ക മാപ്പ് ചെയ്യുന്നില്ല, കറണ്ട് അഫെയർ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മാപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്റാർട്ടിക്കയുടെ നോർത്ത് വെസ്റ്റിൽ യു ഹാവ് സൗത്ത് അമേരിക്ക. എഗെയിൻ ഈ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ യു ഹാവ് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ യു ക്യാൻ ഫൈൻഡ് ഓസ്ട്രേലിയ. അപ്പം നമ്മൾ എടുക്കുന്ന വ്യൂ പോയിൻ്റ് എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒരു സ്ഫിയറാണ്, സ്ഫിയറിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് നോക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മാപ്പാണ് അന്റാർട്ടിക്കയുടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ന്യൂസിലേക്ക് പോകാം. ആദ്യത്തെ ന്യൂസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വോൾക്കാനോസ് ഇൻ അന്റാർട്ടിക്ക, എക്സ്പെഷ്യലി മൗണ്ട് എർബസ്. ഓക്കെ, അന്റാർട്ടിക്ക നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ദർ ആർ 100+ വോൾക്കാനോസ്. 100ൽ പുറത്ത് വോൾക്കാനോസ് ഉണ്ട് നമ്മുടെ അന്റാർട്ടിക്കയിൽ. പക്ഷേ 2 ആക്റ്റീവ് വോൾക്കാനോ ഉള്ളൂ. ഈ 2 ആക്റ്റീവ് വോൾക്കാനോ ഏതൊക്കെയാണ് സ്റ്റുഡൻസ്? ഒന്ന് ഡിസെപ്ഷൻ ഐലൻഡിലുള്ള ഡിസെപ്ഷൻ വോൾക്കാനോ, രണ്ടാമത് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന മൗണ്ട് എർബസ്. അപ്പം ഞാൻ പറഞ്ഞു അന്റാർട്ടിക്കയിൽ 100+ വോൾക്കാനോസ് ഉണ്ട്. പക്ഷേ ആക്റ്റീവ് വോൾക്കാനോസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് വോൾക്കാനോസ് എത്രയുണ്ട് സ്റ്റുഡൻസ്? ഓൺലി 2. ഒന്ന് ഡിസെപ്ഷൻ വോൾക്കാനോ, 2 മൗണ്ട് എർബസ്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ ഇൻഫർമേഷൻ. ഈ നമ്മുടെ കറണ്ട് അഫെയർ ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് മൗണ്ട് എർബസ് ആണ്. എന്തുകൊണ്ടാണ് ഈ മൗണ്ട് എർബസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? മൗണ്ട് എർബസ് ആക്റ്റീവ് വോൾക്കാനോ ആണ്. അത് ഇറപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് പാർട്ടിക്കിൾസിനെ ഇത് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ മൗണ്ട് എർബസ് ഇറപ്റ്റ് ചെയ്യുന്നു, ഗോൾഡ് പാർട്ടിക്കിൾസ് പുറത്തോട്ട് വിടുന്നു. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. നിങ്ങൾക്ക് നോക്കാം, ഒരു ദിവസം ഏകദേശം 80 ഗ്രാം സ്വർണം ഈ മൗണ്ട് എർബസ് എമിറ്റ് ചെയ്യുന്നു ത്രൂ ഇറപ്ഷൻസ്. ഏകദേശം $6000 ഡെയിലി വാല്യൂ ഇതിനുണ്ടാവും. പക്ഷേ ഈ ഒരു ഇത് എമിറ്റ് ചെയ്യുന്ന ഗോൾഡൻ പാർട്ടിക്കിൾസ് നമുക്ക് കളക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിന് കൊമേർഷ്യൽ വാല്യൂ ഒന്നുമില്ല. കാരണം കിലോമീറ്ററുകൾ റേഡിയസിലേക്കാണ് ഈ പറയുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിളായിട്ട് സ്വർണം എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഫിനോമിനൻ മാത്രമാണ്. നമുക്ക് കൊമേർഷ്യലായിട്ട് ഇതിനൊരു വയബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ന്യൂസിലുള്ളതുകൊണ്ട് വി ഹാവ് ടു സ്റ്റഡി. ഇനി എർബസിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. മൗണ്ട് എർബസ് ഇസ് വേൾഡ്സ് സദേൺ മോസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ. ഇതൊക്കെ പ്രിലിംസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. വേൾഡിലെ തന്നെ സദേൺ മോസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ മൗണ്ട് എർബസ് ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ ഹാഫ് ഓഫ് റോസ് ഐലൻഡ് ഓഫ് ദ കോസ്റ്റ് ഓഫ് അന്റാർട്ടിക്ക ഇൻ റോസ് സീ. ഇതിൻ്റെ ലൊക്കേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മൗണ്ട് എർബസിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഈ ഒരു വാട്ടർ ബോഡിയെ നമ്മൾ വിളിക്കുന്നത് റോസ് സീ എന്നാണ്. റോസ് സീയോടെ ചേർന്ന് കിടക്കുന്ന ഈ ഐസ് ഷെൽഫ് ഉണ്ട്. ഈ ഐസ് ഷെൽഫിനെ നമ്മൾ വിളിക്കുന്നത് റോസ് ഐസ് ഷെൽഫ് എന്നാണ്. മൗണ്ട് എർബസ് നിൽക്കുന്നത് ഇതിനോടെ തന്നെ അഡ്ജസൻ്റ് ആണ്, ഈ ഒരു സ്പോട്ടിലാണ്. ഈ സ്ഥലത്തെ നമ്മൾ റോസ് ഐലൻഡ് എന്ന് വിളിക്കും. റോസ് ഐലൻഡ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കൊരു മാക്രോ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് മൗണ്ട് എർബസ് നിൽക്കുന്നത്. എക്സ്പെഷ്യലി കറക്റ്റ് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത്, ദിസ് പ്ലേസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തുണ്ട് സ്റ്റുഡൻസ്? റോസ് സീ ഉണ്ട്. ഓക്കെ, ഇവിടെ കാണുന്ന ഐസ് ഷെൽഫിൻ്റെ പേരെന്താണ്? റോസ് ഐസ് ഷെൽഫ്. മൗണ്ട് എർബസ് നിൽക്കുന്ന കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരെന്താണ്? റോസ് ഐലൻഡ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു: റോസ് സീ, റോസ് ഐസ് ഷെൽഫ് ആൻഡ് റോസ് ഐലൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് കാണാം. ഓക്കെ, ഈ സിയുടെ പേര് റോസ് സീ, ഈ ഐസ് ഷെൽഫിൻ്റെ പേര് റോസ് ഐസ് ഷെൽഫ്,
മൗണ്ട് എർബസ് നിൽക്കുന്നത് ഇവിടാണ്. ഓക്കെ, മൗണ്ട് എർബസ്. ഈ സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റോസ് ഐലൻഡ്. ഓക്കെ ഓക്കെ, ഈ ലൊക്കേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഞാൻ ഇങ്കൊന്ന് മാറ്റിക്കോട്ടെ ഫോർ ബെറ്റർ ക്ലാരിറ്റി. ഓക്കെ, ഇനി മൗണ്ട് എർബസ് ഏത് തരത്തിലെ വോൾക്കാനോ ആണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻട്രാപ്ലേറ്റ് സ്ട്രാറ്റോ വോൾക്കാനോ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് റിംഗ് ഓഫ് ഫയർ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇത് ഒരു ഇൻട്രാപ്ലേറ്റ് സ്ട്രാറ്റോ വോൾക്കാനോ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് റിംഗ് ഓഫ് ഫയർ ചെയിൻ. ഇത് ഡിസ്കവർ ചെയ്തത് സർ ജെയിംസ് ക്ലാർക്ക് റോസ് ആണ് ഇൻ 1841. നമ്മളെ സംബന്ധിച്ചോളം അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ജെയിംസ് ക്ലാർക്ക് റോസിൻ്റെ പേരിൽ തന്നെയാണ് റോസ് ഐലൻഡ്, റോസ് സീ, റോസ് ഐഷെൽഫ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോജിക്കലി ഗസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് അന്റാർട്ടിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് വോൾക്കാനോ ആണ്. അപ്പം നമുക്ക് ട്രാപ്പ് വരാം. അന്റാർട്ടിക്കയിലെ ഫസ്റ്റ് ലാർജസ്റ്റ് വോൾക്കാനോ മൗണ്ട് എർബസ് അല്ല. ഫസ്റ്റ് ലാർജസ്റ്റ് വോൾക്കാനോ അല്ലെങ്കിൽ ലാർജസ്റ്റ് വോൾക്കാനോ മൗണ്ട് സിഡ്ലി ആണ്. അപ്പോൾ അന്റാർട്ടിക്കയിലെ ലാർജസ്റ്റ് വോൾക്കാനോ സിഡ്ലിയും സെക്കൻഡ് ലാർജസ്റ്റ് വോൾക്കാനോ മൗണ്ട് എർബസും ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ഓൺലി ഫ്യൂ വോൾക്കാനോസ് ഇൻ ദ വേൾഡ് ദാറ്റ് കണ്ടെയ്ൻ ആക്റ്റീവ് ലാവ ലേക്ക്. അപ്പം മൗണ്ട് എർബസിൽ എന്തുകൊണ്ട് സ്റ്റുഡൻസ്? ലാവ ലേക്ക് ഉണ്ടെന്നുള്ളതൊന്ന് പഠിച്ചിരിക്കുക. നോർമലി ആൽക്കലിക് ലാവ ഇസ് കോമൺ ഇൻ റിഫ്റ്റ് വോൾക്കാനോസ്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് മൗണ്ടൻസ് അല്ലെങ്കിൽ വോൾക്കാനോസ് ഇറപ്റ്റ് ചെയ്യുമ്പോൾ പല ടൈപ്പിലുള്ള ഇറപ്ഷൻസ് ഉണ്ടാവും. ഇനി നമ്മുടെ മൗണ്ട് എർബസിൻ്റെ ഇറപ്ഷൻ ടൈപ്പ് എന്താണ്? ഇറ്റ് ഇസ് സ്മോൾ ആൻഡ് സ്ട്രോംബോളിയൻ ഇറപ്ഷൻ. അപ്പോൾ മൗണ്ട് എർബസിൻ്റെ ഇറപ്ഷൻ എങ്ങനെയാണ് സ്റ്റുഡൻസ്? ഇത് സ്ട്രംബോളിയൻ ഇറപ്ഷനാണ്. അപ്പോൾ സ്ട്രംബോളിയൻ ഇറപ്ഷൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് വരുമ്പോൾ നമുക്കൊരു ഗ്യാസ് ക്ലൗഡ് നമുക്ക് കാണാം, ആഷ് ക്ലൗഡ് കാണാം, കുറച്ച് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇറപ്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമുക്ക് കാണാം ലാപ്പിളി, സിൻഡർ കോൺസ്, വോൾക്കാനിക് ബോംബ്സ്. ഇതെല്ലാം നിങ്ങൾ സ്റ്റാറ്റിക് പാർട്ടിൽ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി സ്ട്രംബോളിയൻ ഇറപ്ഷനെ പറ്റി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് മൈൽഡ് ടു മോഡറേറ്റ് ഇറപ്ഷനാണ്. അത്ര ഭീകരമായ പൊട്ടിത്തെറിയല്ല. ഇറ്റ് ഈസ് മൈൽഡ് ടു മോഡറേറ്റ്. അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? അന്റാർട്ടിക്കയെ പറ്റിയാണ് പഠിക്കുന്നത്. അന്റാർട്ടിക്കയിൽ വോൾക്കാനോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100+ വോൾക്കാനോസ് അവിടെ പ്രസൻ്റ് ആണ്. ഇതിൽ 2 എണ്ണമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ഓൺലി 2 ആക്റ്റീവ് വോൾക്കാനോസ്. ഏതൊക്കെയാണ് സ്റ്റുഡൻസ്? ഡിസെപ്ഷൻ വോൾക്കാനോ ആൻഡ് യുവർ മൗണ്ട് എർബസ്. ഓക്കെ, റിവൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. മൗണ്ട് എർബസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് സ്റ്റുഡൻസ്? ഇറ്റ് ഈസ് ഇൻ റോസ് ഐലൻഡ്. റോസ് ഐലൻഡിൻ്റെ അടുത്തുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു, റോസ് ഐഷെൽഫ് ആൻഡ് റോസ് സീ. ഓക്കെ, ഇനി ഈ പറയുന്ന മൗണ്ട് എർബസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ വേൾഡ്സ് സദേൺ മോസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ. ഇത് പഠിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇത് ഏത് ടൈപ്പ് വോൾക്കാനോ ആണ്? മൗണ്ട് എർബസ് ഒരു ഇൻട്രാപ്ലേറ്റ് സ്ട്രാറ്റോ വോൾക്കാനോ. ഇതിൻ്റെ ടൈപ്പ് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ ഇൻട്രാപ്ലേറ്റ് സ്ട്രാറ്റോ വോൾക്കാനോ. ഇനി മൗണ്ട് എർബസിൻ്റെ ഇറപ്ഷൻ ഏത് ടൈപ്പാണ്? ഏത് ടൈപ്പ് ഇറപ്ഷനാണ് അവിടെ ഉണ്ടാവുന്നത്? ഇറ്റ് ഇസ് സ്ട്രംബോളിയൻ ഇറപ്ഷൻ. അപ്പം ഇത്രയും കാര്യമെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അന്റാർട്ടിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മൗണ്ടൻ ആണിത്. സെക്കൻഡ് ലാർജസ്റ്റ് മൗണ്ടൻ. ഫസ്റ്റ് ഏതാണ് സ്റ്റുഡൻസ്? സിഡ്ലി ആണ്. ഓക്കെ, ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, മൗണ്ട് സിഡ്ലി. ഓക്കെ ഓക്കെ, അപ്പം അന്റാർട്ടിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് വോൾക്കാനിക് മൗണ്ടൻ ഈ പറയുന്ന നമ്മുടെ മൗണ്ട് എർബസ് ആണ്. ലാർജസ്റ്റ് വോൾക്കാനിക് മൗണ്ടൻ ഇൻ അന്റാർട്ടിക്ക ഈസ് മൗണ്ട് സിഡ്ലി. ഓർത്തിരിക്കുക. ക്ലിയർ? ഇനി അടുത്ത കറണ്ട് അഫെയർ ന്യൂസ് ഇറ്റ് ഇസ് അബൌട്ട് ത്വൈറ്റ്സ് ഗ്ലേഷ്യർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ത്വൈറ്റ്സ് ഗ്ലേഷ്യർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാവണം. ത്വൈറ്റ്സ് ഗ്ലേഷ്യർ ലൊക്കേറ്റഡ് ആവുന്നത് വെസ്റ്റേൺ അന്റാർട്ടിക്കയിലാണ്. ഈ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ത്വൈറ്റ്സ് ഗ്ലേഷ്യറിനോട് ചേർന്നിരിക്കുന്ന വാട്ടർ ബോഡി ഏതാ? അമുണ്ട്സെൻ സീ ആണ്. അമുണ്ട്സെൻ സീ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ത്വൈറ്റ്സ് ഗ്ലേഷ്യർ എവിടെയാണ് സ്റ്റുഡൻസ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റേൺ അന്റാർട്ടിക്ക. അതേസമയം നമ്മുടെ എർബസ് മൗണ്ടൻ ഈ പൊസിഷനിലാണ്. മൗണ്ട് എർബസ് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. മൗണ്ട് എർബസ് ഇത് സദേൺ അന്റാർട്ടിക്കയിലാണ്. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. ഓക്കെ, ഈ ത്വൈറ്റ്സ് ഗ്ലേഷ്യറിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡൂംസ് ഡേ ഗ്ലേഷ്യർ. ഓർത്തിരിക്കുക,
ട്വൈറ്റ്സ് ഗ്ലേഷ്യറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൂംസ്ഡേ ഗ്ലേഷ്യർ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ റിമോട്ട് അമുണ്ട്സൺ സീ ഇൻ വെസ്റ്റ് അന്റാർട്ടിക്ക. ഞാൻ ലൊക്കേഷനൊക്കെ കാണിച്ചു അമുണ്ട്സൺ സീ. ഓക്കെ, അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന ഒരു ന്യൂസാണ്. സാറ്റലൈറ്റ് മെഷർമെൻറ്റ്സ് ഹാവ് ഷോൺ ദാറ്റ് ഗ്ലേഷ്യർ ഈസ് ലൂസിങ് എനോർമസ് എമൗണ്ട് ഓഫ് ഐസ് എവറി ഇയർ. എല്ലാ വർഷവും ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി അധികം ഐസ് ഈ പറയുന്ന ഗ്ലേഷ്യർ ഗീവ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐസ് പോയി ഇറ്റ് ഇസ് കൺവേർട്ടിങ് ഇൻ ടു വാട്ടർ. ഓബ്വിയസ്ലി ഒരു ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്താൽ, വലിയ ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കടലിലേക്ക് പതിക്കും. ഗ്ലോബൽ സീ ലെവൽ റൈസിന് ഇത് കാരണമാവും. ഓക്കെ, ഏകദേശം 50 ബില്യൺ ടൺസ് ഓഫ് ഐസ് ഇറ്റ് ഇസ് ലൂസിങ് ഇയർലി. ഇനി ഇതാണ് നമ്മളെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻറ്റ്. ദ ഗ്ലേഷ്യർ ഓൾറെഡി കോൺട്രിബ്യൂട്ട്സ് ടു 4% ഓഫ് ഗ്ലോബൽ സീ ലെവൽ. അപ്പം ഗ്ലോബൽ സീ ലെവലിൻ്റെ ടോട്ടൽ റൈസിൽ 4% ഈ ഒരു ഒറ്റ ഗ്ലേഷ്യറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡൂംസ്ഡേ ഗ്ലേഷ്യർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ സീ ലെവൽ റൈസിൻ്റെ 4% ഈ ഒറ്റ ഗ്ലേഷ്യറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡൂംസ്ഡേ ഗ്ലേഷ്യർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഗ്ലേഷ്യർ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്താൽ ഇറ്റ് വുഡ് ലീഡ് ടു 65 സെൻറ്റിമീറ്റർ റൈസ് ഇൻ ഗ്ലോബൽ ഓഷ്യൻസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 2 ഫീറ്റ് ഓഷ്യൻ്റെ ലെവൽ പൊങ്ങും. ദിസ് ഈസ് ഗോയിങ് ടു ബി കാറ്റാസ്ട്രോഫിക്. ഇതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഡൂംസ്ഡേ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇറ്റ് ഓൾസോ ആക്സസ് ബഫർ ഹോൾഡിംഗ് ബാക്ക് നെയ്ബറിംഗ് ഗ്ലേഷ്യർസ് ദാറ്റ് കണ്ടെയ്ൻ അറൌണ്ട് 3 meters ഓഫ് പൊട്ടൻഷ്യൽ സീ ലെവൽ റൈസ്. ഇപ്പോൾ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ ഇങ്ങനെ കിടക്കുന്നു. ട്വൈറ്റ്സ് ഗ്ലേഷ്യറിൻ്റെ അപ്പുറത്ത് കുറേ ചെറിയ ചെറിയ ഗ്ലേഷ്യറുകളുണ്ട്. ഇപ്പോൾ ഈ ട്വൈറ്റ്സ് ഗ്ലേഷ്യറാണ് ഈ ചെറിയ ഗ്ലേഷ്യർസിനെ പിടിച്ചു നിർത്തുന്നത്. സപ്പോസ് ട്വൈറ്റ്സ് ഗ്ലേഷ്യർ ഫുള്ളായിട്ട് നശിച്ചാൽ ഈ ഗ്ലേഷ്യറുകളും എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും, സീയിലേക്ക് പതിക്കും. അപ്പോൾ ഫർദർ പിന്നെയും ഒരു 3 meter കൂടെ സീ ലെവൽ റേസ് ചെയ്യും. അപ്പോൾ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ മാത്രമല്ല, അതിനോട് ചേർന്നിരിക്കുന്ന ഗ്ലേഷ്യേഴ്സിനെയും ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്, പിടിച്ചു വെച്ചേക്കുന്ന ട്വൈറ്റ്സ് ഗ്ലേഷ്യറാണ്. ട്വൈറ്റ്സ് ഗ്ലേഷ്യർ മെൽറ്റായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സീയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ, ഈ ചെറിയ ഗ്ലേഷ്യറുകളും കൂടെ പതിക്കും. അപ്പോൾ പിന്നെയും ഒരു 3 meter സീ ലെവൽ റൈസ് ചെയ്യും. ഓക്കെ, അപ്പം ട്വൈറ്റ്സ് ഗ്ലേഷ്യറിന് ഡയറക്റ്റ് എഫക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് എഫക്റ്റും ഉണ്ട്. ഓക്കെ, ഇറ്റ് വിൽ റേസ് ദ ലെവൽ ഓഫ് സീ. ഓക്കെ, ഈ ചില ഐലൻഡ് രാഷ്ട്രങ്ങളൊക്കെ മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ട്വൈറ്റ്സ് ഗ്ലേഷ്യറിൽ ഇപ്പം നടക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗ്രൗണ്ടിങ് ലൈൻ. ഓക്കെ, ഈ ഗ്രൗണ്ടിങ് ലൈൻ്റെ അണ്ടറിൽ ചൂട് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഗ്രൗണ്ടിങ് ലൈൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ബിക്കോസ് ഐ ഹാവ് ടു ഡ്രോ ദിസ് തിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ഈ ട്വൈറ്റ്സ് ഗ്ലേഷ്യറിൻ്റെ ലൊക്കേഷൻ നമുക്ക് നോക്കാം. ഈ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ കിടക്കുന്നത് എവിടെയാണ് സ്റ്റുഡൻസ്? ഈ ഒരു വാട്ടർ ബോഡിയോട് ചേർന്നാണ്. വാട്ടർ ബോഡിയുടെ പേരെന്താണ്? അമുണ്ട്സൺ സീ എന്നാണ് ഈ പറയുന്ന വാട്ടർ ബോഡിയുടെ പേര്. ഇനി ഇതിനോട് ചേർന്ന് എന്താണ് കിടക്കുന്നത്? നമ്മുടെ ട്വൈറ്റ്സ് ഗ്ലേഷ്യറാണ് കിടക്കുന്നത്. ട്വൈറ്റ്സ് ഗ്ലേഷ്യർ. അപ്പോൾ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ ഇങ്ങനെ കിടക്കുന്നു. ഇതിനെ നമ്മൾ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ. ഇനി പ്രശ്നമെന്ന് പറഞ്ഞാൽ വേൾഡിൽ എന്താണ് സ്റ്റുഡൻസ് നടക്കുന്നത്? ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്, ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സീയിലെ വെള്ളം അല്ലെങ്കിൽ അടുത്തുള്ള വാട്ടർ ബോഡിയിലെ വെള്ളം ചൂടാവുന്നുണ്ട്. ഈ ചൂടായ വെള്ളത്തെയാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലേഷ്യറിൻ്റെ അടിയിൽ കൂടെ ഈ ഹോട്ട് വാട്ടർ കറണ്ട് മൂവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഗ്ലേഷ്യറിൻ്റെ അടിയിൽ കൂടെ ഹോട്ട് വാട്ടർ കറണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റീച്ചിങ് ടു ദ ഗ്രൗണ്ടിങ് ലൈൻ. അപ്പോൾ ഗ്രൗണ്ടിങ് ലൈൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഗ്രൗണ്ടിങ് ലൈനായിട്ട് എടുക്കുക. ദിസ് ഇസ് ദ ഗ്രൗണ്ടിങ് ലൈൻ ഓഫ് ദ ഗ്ലേഷ്യർ. ഞാൻ വേറൊരു ഇങ്കിൽ മാർക്ക് ചെയ്യാം ഫോർ മോർ ക്ലാരിറ്റി. ഇത് ഗ്രൗണ്ടിങ് ലൈനാണെന്ന് വെച്ചോ ഗ്ലേഷ്യറിൻ്റെ. ദിസ് ഇസ് ദ ഗ്രൗണ്ടിങ് ലൈൻ. അപ്പം ഞാൻ എന്താ പറഞ്ഞേ? ക്ലൈമറ്റ് ചേഞ്ച് കാരണം അല്ലെങ്കിൽ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം ചൂടായിട്ടുള്ള വെള്ളം ഗ്ലേഷ്യറിൻ്റെ അടിയിൽ കൂടെ വരുന്നു. ഗ്ലേഷ്യറിൻ്റെ അടിഭാഗം മൊത്തം ചൂടാവുന്നു. എക്സ്പെഷ്യലി ഗ്രൗണ്ടിങ് ലൈൻ്റെ അടുത്ത് വെള്ളം 2 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. ഇറ്റ് ഇസ് 2 ഡിഗ്രി സെൽഷ്യസ് എബോവ് ഫ്രീസിങ് പോയിൻറ്റ്. അപ്പോൾ ഈ 2 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം മതി ഐസിനെ മെൽറ്റ് ചെയ്യിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഗ്രൗണ്ടിങ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പോയിൻറ്റ് വെയർ ഗ്ലേഷ്യേഴ്സ് ലിഫ്റ്റ് ഓഫ് ദ ലാൻഡ് ആൻഡ് സ്റ്റാർട്ട്സ് ഫ്ലോട്ടിങ് ഓൺ ദ സീ. അപ്പോൾ ഇതൊരു ലിമിറ്റാണ്. ഓക്കെ, ഈ ലിമിറ്റിൽ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും?
ഈ ഗ്രൗണ്ടിങ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലേഷ്യർ എങ്ങോട്ട് പോകും? ഗ്ലേഷ്യർ പൊട്ടി കടലിലേക്ക് പോകും, വെള്ളത്തിലേക്ക് ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും നാൾ ട്വൈസ് ഗ്ലേഷ്യർ എന്താണ് ഇതുവരെ? ഇറ്റ് ഈസ് ഫിക്സഡ് ടു ദ ലാൻഡ്. പക്ഷേ ഈ ഗ്രൗണ്ടിങ് ലൈനിൻ്റെ അവിടെ ടെമ്പറേച്ചർ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യർ എന്ത് ചെയ്യും സ്റ്റുഡൻസ്? ഇത് ലാൻഡിൽ നിന്ന് പൊട്ടി സീയിലേക്ക് പതിക്കും, അമുൺസൺ സീയിലേക്ക് പതിക്കാം. ഓക്കെ, ഇതിൻ്റെ മെൽറ്റിങ്ങും ഫാസ്റ്റർ ആവാം. കാരണം ഗ്രൗണ്ടിങ് ലൈൻ മാത്രമല്ല, ഗ്ലേഷ്യറിൻ്റെ അടിഭാഗത്ത് മൊത്തം ചൂട് വെള്ളമാണ്. 2 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ അത് തണുപ്പല്ല, ചൂടാണ്. ഓക്കെ, അവിടെ മൈനസ് വളരെ 40, 50, 60, 70, 80, 100 അങ്ങനെയുള്ള ടെമ്പറേച്ചറിലാണ് പോകുന്നത്. അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ചൂട് പോലെ. ഓക്കെ, അപ്പോൾ ഈ ഗ്ലേഷ്യർ മെൽറ്റ് ആവും, അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ലൈനിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്ലേഷ്യർ പൊളിഞ്ഞ് അമുൺസൺ സീയിലേക്ക് വീഴും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേഞ്ചർ നിങ്ങൾക്ക് അറിയാം. അത് അമുൺസൺ സീയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഗ്ലോബൽ സീ ലെവൽ റൈസ് ചെയ്യും. അത് മാത്രമല്ല, ഇവിടെ കുറേ അധികം ചെറിയ ഗ്ലേഷ്യറുകളുണ്ട്. ട്വൈസ് ഗ്ലേഷ്യർ അമുൺസൺ സീയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യറുകൾ മെൽറ്റും ചെയ്യും, ഇതും അടുത്തുള്ള വാട്ടർ ബോഡികളിലേക്ക് വീഴും. ഓക്കെ, അപ്പോൾ ഡബിൾ എഫക്റ്റ് വരും. ഓക്കെ, അപ്പം ഈ ചൂടുവെള്ളം ക്ലൈമറ്റ് ചേഞ്ച് കാരണം, ഗ്ലോബൽ വാർമിംഗ് കാരണം ചൂടുവെള്ളം ഗ്ലേഷ്യറിൻ്റെ അടിയിൽ കൂടെ പോയി ഗ്രൗണ്ടിങ് ലൈനിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ വിളിക്കുന്നത് മറൈൻ ഐസ് ഷീറ്റ് ഇൻസ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ മറൈൻ ഐസ് ക്ലിഫ് ഇൻസ്റ്റെബിലിറ്റി. 2 പേരുണ്ട്, മറൈൻ ഐസ് ഷീറ്റ് ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മറൈൻ ഐസ് ക്ലിഫ് ഇൻസ്റ്റെബിലിറ്റി. ഇത് രണ്ടും ഒന്നാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, clear? The process allows more and more ice to discharge into sea, which might accelerate glaciers melting phenomenon known as marine ice sheet അല്ലെങ്കിൽ marine ice cliff instability. അപ്പോൾ ഇത് ടെക്നിക്കലായിട്ട് ഞാൻ വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, ജസ്റ്റ് ഐഡിയ മതി. ഇത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും മെയിൻസിൽ വരാനൊന്നും പോകുന്നില്ല. പ്രിലിംസിൽ ഈ ഒരു പ്രതിഭാസത്തെ ഒന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഗ്രൗണ്ടിങ് ലൈൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദ പോയിന്റ് വെയർ ഗ്ലേഷ്യർ ലിഫ്റ്റ്സ് ഓഫ് ദ ലാൻഡ് ആൻഡ് സ്റ്റാർട്ട്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു പിക്ചറിൽ ഈ കാര്യം ഒന്നുകൂടെ ക്ലിയർ ആക്കി ഇവിടെ തന്നിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, ജസ്റ്റ് ലേസർ പെന്ന് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് അമുൺസൺ സീ. നിങ്ങൾക്ക് അമുൺസൺ സീ കാണാം. അമുൺസൺ സീയോടെ ചേർന്നാണ് ഈ ട്വൈസ് ഗ്ലേഷ്യർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നത്? അമുൺസൺ സീയെ പോലുള്ള അടുത്തുള്ള വാട്ടർ ബോഡീസ് ചൂടാവുകയാണ്. ഇവിടുന്ന് ചൂട് വെള്ളം ഗ്ലേഷ്യറിൻ്റെ അടിയിലേക്ക് പോകുന്നു. അടിയിലേക്ക് പോയി ഗ്ലേഷ്യറിൻ്റെ ഗ്രൗണ്ടിങ് ലൈനിൻ്റെ ഭാഗത്തെല്ലാം ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അത് കാരണം ഈ ഗ്രൗണ്ടിങ് ലൈനിൽ നിന്ന് മെൽറ്റിംഗ് കൂടുതലാണ്. അപ്പോൾ ഐസ് ഷെൽഫ് മെൽറ്റ് ചെയ്ത് കൂടുതൽ വെള്ളം എവിടേക്ക് പതിക്കുന്നു? അമുൺസൺ സീയിലേക്ക് പതിക്കുന്നു. ഇൻ ഫ്യൂച്ചർ ഈ ഗ്രൗണ്ടിങ് ലൈനിൽ നിന്ന് മൊത്തത്തിൽ ഈ ഗ്ലേഷ്യർ പൊളിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രതിഭാസം. അതായത് അമുൺസൺ സീയിൽ നിന്ന് ചൂടുവെള്ളം ഗ്ലേഷ്യറിൻ്റെ അടിയിൽ കൂടെ പോകുന്നു. അടിയിൽ കൂടെ പോയി ഗ്രൗണ്ടിങ് ലൈനിൻ്റെ അവിടെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുന്നു. ഗ്ലേഷ്യറിൻ്റെ മെൽറ്റ് കൂടുന്നു. മെൽറ്റ് ചെയ്ത ഗ്ലേഷ്യർ ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളമായിട്ട് അമുൺസൺ സീയിലേക്ക് പതിക്കുന്നു. ഫ്യൂച്ചറിൽ ഈ ഗ്രൗണ്ടിങ് ലൈനിൽ നിന്ന് അടർന്ന് ഈ പറയുന്ന അമുൺസൺ ഗ്ലേഷ്യർ നമ്മുടെ ട്വൈസ് ഗ്ലേഷ്യർ അമുൺസൺ സീയിലേക്ക് പതിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ. ഓക്കെ ഓക്കെ, ഇനി ഒരു ട്രിവിയൽ ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഗ്ലേഷ്യർ, ഈ ട്വൈസ് ഗ്ലേഷ്യർ ഏകദേശം ഇറ്റ് ഈസ് സിമിലർ ടു സൈസ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, വെസ്റ്റേൺ അന്റാർട്ടിക്കയിലാണ്. അമുൺസൺ സീയുടെ അഡ്ജസൻ്റ് ആയിട്ടാണ് ഈ ട്വൈസ് ഗ്ലേഷ്യർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അമുൺസൺ സീയിൽ നിന്ന് ചൂടുവെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യർ ഫ്യൂച്ചറിൽ ചിലപ്പം പൊളിഞ്ഞ് സീയിലേക്ക് തന്നെ പതിക്കാം. പതിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ചെറിയ ഗ്ലേഷ്യറുകളെയും ഇത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. യു ഹാവ് അണ്ടർസ്റ്റുഡ് തിങ്സ്. പിന്നെ ഈ പറയുന്ന ട്വൈസ് ഗ്ലേഷ്യറിൻ്റെ മെൽറ്റിനെയൊക്കെ നമുക്ക് ക്ലൈമാറ്റിക് ടിപ്പിംഗ് പോയിൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു യൂസേജ് കേട്ടിട്ടുണ്ടാവും, ക്ലൈമാറ്റിക് ടിപ്പിംഗ് പോയിൻറ്റ്സ്. അപ്പോൾ ചിലപ്പം ഇങ്ങനെയുള്ള ടേംസിൽ നിന്ന് UPSC ചോദ്യം ചോദിക്കാറുണ്ട്, ക്ലൈമാറ്റിക് ടിപ്പിംഗ് പോയിൻറ്റ്സ്. ഓക്കെ, ക്ലൈമാറ്റിക് ടിപ്പിംഗ് പോയിൻറ്റ്സ് വേറെ ഒന്നുമല്ല സ്റ്റുഡൻസ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 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 ഇവൻറ്റ് നടക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ട്വൈസ് ഗ്ലേഷ്യർ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്ത് പോയി. ഇതിൻ്റെ ഡാമേജിനെ നമുക്കൊരിക്കലും എന്താ പറയുക, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ചേഞ്ചസ് ഇറവേഴ്സിബിൾ ആണ്. ദീസ് ആർ ഇറിവേഴ്സിബിൾ ചേഞ്ചസ്. ഓക്കെ, ഇത് മൂലം ഉണ്ടാകുന്ന നഷ്ടത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഓക്കെ, തിരിച്ച് പൂർവ്വാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് നടന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് ലോങ് ടേം ആയിരിക്കും. ഈ പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. പഴയ സ്ഥിതിയിലേക്ക് നമുക്ക് കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനും പറ്റില്ല. ഇതിനെയാണ് ക്ലൈമാറ്റിക് ടിപ്പിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒത്തിരി
കാര്യങ്ങളുണ്ട്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് നശിച്ചു പോവുക, ഈസ്റ്റ് അന്റാർട്ടിക് അല്ലെങ്കിൽ പിന്നെ വെസ്റ്റ് അന്റാർട്ടിക്കും ഐസ് ഷീറ്റുകളിൽ മെൽറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കോറലുകൾ മൊത്തം നശിച്ചു പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കൊരു അൺഇമാജിനബിൾ ആയിട്ടുള്ള ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് എൻവയോൺമെൻറ്റിനുണ്ടാവും. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ അന്റാർട്ടിക്ക പഠിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ആർട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രതിഭാസം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു തരാം. ആർട്ടിക്കിൽ നടക്കുന്നൊരു പ്രതിഭാസമുണ്ട്, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബ്ലൂ ഓഷ്യൻ എഫക്റ്റ്. ദിസ് ഈസ് കോൾഡ് ആസ് ബ്ലൂ ഓഷ്യൻ എഫക്റ്റ്, അല്ലെങ്കിൽ ബ്ലൂ ഓഷ്യൻ ഇവൻ്റ് എന്നും പറയും. കുറച്ചുകൂടെ കറക്റ്റ് ബ്ലൂ ഓഷ്യൻ ഇവൻറ്റ്. എന്താണ് ഈ ബ്ലൂ ഓഷ്യൻ ഇവൻറ്റ്? ആർട്ടിക്കിലെ ഐസ് മെൽട്ടായി ആർട്ടിക് നീല കളറിലാവും, കാരണം സീ എക്സ്പോസ്ഡ് ആവും. സീയുടെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. അപ്പോൾ ആർട്ടിക്കിൽ ഐസ് മൊത്തം മെൽറ്റ് ചെയ്യുകയാണ്. മെൽറ്റ് ചെയ്യുമ്പോൾ അടിയിൽ എന്താണുള്ളത് സ്റ്റുഡൻസ്? സീ ആണുള്ളത്. സീയുടെ കളർ ബ്ലൂ. അപ്പോൾ ഇത് ആദ്യത്തെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. ആർട്ടിക്കിൽ ഐസ് ഉണ്ടാവും, ഐസ് മെൽറ്റ് ചെയ്ത് സീ മൊത്തം എക്സ്പോസ്ഡ് ആവും, നീല കളറായിരിക്കും. നമുക്കറിയാം സീയുടെ കളർ ഒരു നീല ബ്ലൂയിഷ് കളറാണ്. അപ്പോൾ ആർട്ടിക്കിൽ വൈറ്റ് കളർ മാറി ബ്ലൂ കളർ വരും. ഇതിനെയാണ് നമ്മൾ ബ്ലൂ ഓഷ്യൻ ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, ബ്ലൂ ഓഷ്യൻ ഇവൻറ്റ്. ജസ്റ്റ് ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ റിസർച്ച് ബേസസ് ഏതൊക്കെയാണ്? മൊത്തത്തിൽ നമുക്കൊരു 3 ബേസസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് ഏതൊക്കെയാണ്? മൈത്രി, ദക്ഷിൺ ഗംഗോത്രി ആൻഡ് ഭാരതി. പക്ഷേ ഈ ദക്ഷിൺ ഗംഗോത്രിയാണ് നമ്മുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷൻ. പക്ഷേ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല. ഇറ്റ് ഹാസ് ബീൻ ഡീകമ്മീഷൻഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ ദക്ഷിൺ ഗംഗോത്രിയാണ്, പക്ഷേ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ മൈത്രി സ്ഥാപിച്ചു. ലേറ്റസ്റ്റ് ആയിട്ട് സ്ഥാപിച്ച റിസർച്ച് സ്റ്റേഷനാണ് ഭാരതി. ഇവിടെ നിങ്ങൾക്ക് കാണാം 83 തൊട്ട് ഇന്ത്യ ഇറ്റ് ഈസ് എ കൺസൾട്ടേറ്റീവ് പാർട്ടി ടു അന്റാർട്ടിക് ട്രീറ്റി. ഇതെന്താണെന്ന് ഞാൻ പഠിപ്പിക്കാം. ഇനി ദക്ഷിൺ ഗംഗോത്രിയാണ് നമ്മുടെ ആദ്യത്തെ റിസർച്ച് ബേസ്. ഇത് 83-ൽ എസ്റ്റാബ്ലിഷ് ചെയ്തു, പക്ഷേ 90-ൽ നമ്മളിത് ഡീകമ്മീഷൻ ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡ് റിസർച്ച് സ്റ്റേഷനാണ് മൈത്രി സെക്കൻഡ് റിസർച്ച് സ്റ്റേഷനാണ്. ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1989-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് സ്റ്റുഡൻസ്? സ്കിർമാർഷർ ഒയാസിൻ്റെ അടുത്താണ്. അപ്പോൾ മൈത്രി ലൊക്കേറ്റ് ചെയ്യപ്പെട്ട സ്ഥലം ഏതാണ്? സ്കിർമാർഷർ ഒയാസിസ്. ഈ ടേം കൂടെ അല്ലെങ്കിൽ ഈ സ്ഥലം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സ്കിർമാർഷർ ഒയാസിൻ്റെ അടുത്താണ് മൈത്രി ലൊക്കേറ്റഡ് ആവുന്നത്. പിന്നെ നമ്മൾ 2012-ൽ നമ്മുടെ തേർഡ് റിസർച്ച് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, 2012. ഓക്കെ, ഇതിൻ്റെ പേരാണ് ഭാരതി. ഭാരതി നിൽക്കുന്ന സ്ഥലം ഏതാ സ്റ്റുഡൻസ്? പൈറ്റ്സ് ബേ കോസ്റ്റിലാണ് ഭാരതി നിൽക്കുന്നത്. മൈത്രി നിൽക്കുന്നത് സ്കിർമാർഷർ ഒയാസിലും ഭാരതി നിൽക്കുന്നത് പൈറ്റ്സ് ബേ കോസ്റ്റിലുമാണ്. ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ മൈത്രി 2 എന്ന് പറയുന്ന ഒരു 4th റിസർച്ച് സ്റ്റേഷൻ 2029-ൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻസ് എവിടെയൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മൈത്രിയും ദക്ഷിൺ ഗംഗോത്രിയും ഇത് നോർത്തിലായിരുന്നു. ഓക്കെ, ദക്ഷിൺ ഗംഗോത്രി ഇപ്പോൾ ഇല്ല, മൈത്രി മാത്രമേ ഉള്ളൂ. അതേസമയം ഭാരതി ഈസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻസ് എല്ലാം ഒന്ന് പഠിച്ചു പോകും. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് അഫെയറിൽ ഇമ്പോർട്ടൻ്റ് എന്താ? ഭാരതി ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അറ്റ് ഇന്ത്യൻ അന്റാർട്ടിക് സ്റ്റേഷൻ. അപ്പോൾ ഇന്ത്യൻ ബേസായ സ്റ്റേഷനായ ഭാരതിയിൽ നമ്മളൊരു പോസ്റ്റ് ഓഫീസ് തുടങ്ങി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അല്ല അന്റാർട്ടിക്കയിൽ. ഓൾറെഡി നമുക്ക് പോസ്റ്റ് ഓഫീസുകളുണ്ട് അണ്ടർ അവർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ അന്റാർട്ടിക്ക. ഇത് നമ്മുടെ 3ാമത്തെ പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ നിങ്ങൾ ലോജിക്കലി ഗസ് ചെയ്താൽ മതി, നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ദക്ഷിൺ ഗംഗോത്രിയിലായിരിക്കും. അതിപ്പം നിലവിലില്ല. രണ്ടാമത്തത് മൈത്രിയിലായിരിക്കും. ഓക്കെ, നമുക്കറിയാം മൈത്രിയിൽ. ആദ്യത്തത് 84-ൽ ദക്ഷിൺ ഗംഗോത്രിയിൽ, ഇന്ത്യസ് ഫസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ, ഓൾസോ അവർ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ്. അത് കഴിഞ്ഞ് സെക്കൻഡ് മൈത്രി 1990, ഇവിടെ ആയിരുന്നു നമ്മുടെ സെക്കൻഡ് പോസ്റ്റ് ഓഫീസ്. ഓക്കെ, 3ാമത്തെ പോസ്റ്റ് ഓഫീസാണ് 2024-ൽ എവിടെ തുറന്നിരിക്കുന്നത്? ഭാരതിയിൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ ദക്ഷിൺ ഗംഗോത്രി, ഫസ്റ്റ് പോസ്റ്റ് ഓഫീസും അവിടെ തന്നെ. ഓക്കെ, സെക്കൻഡ് സ്റ്റേഷൻ മൈത്രി, സെക്കൻഡ് പോസ്റ്റ് ഓഫീസ് അവിടെ തന്നെ. ഇപ്പോൾ 2024-ൽ ലേറ്റസ്റ്റ് ആയിട്ട് ഭാരതിയിൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? പോസ്റ്റ് ഓഫീസ്. ഇത് നമ്മുടെ തേർഡ് പോസ്റ്റ് ഓഫീസ് ഇൻ അന്റാർട്ടിക്ക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ ദക്ഷിൺ ഗംഗോത്രി ഇപ്പോൾ നിലവിലില്ല, സെക്കൻഡ് സ്റ്റേഷൻ മൈത്രി, തേർഡ് സ്റ്റേഷൻ ഭാരതി. ഓക്കെ, പോസ്റ്റ് ഓഫീസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ദക്ഷിൺ ഗംഗോത്രി തന്നെയാണ് സ്ഥാപിച്ചത്, രണ്ടാമത്തത് മൈത്രിയിലാണ്, 3ാമത്തത് ലേറ്റസ്റ്റ് ആയിട്ട് ഭാരതി സ്ഥാപിച്ചത് 2012-ലും പോസ്റ്റ് ഓഫീസ് അതിനകത്ത് വരുന്നത് 2024-ലും.
ഭാരതി 2024 വന്നതല്ല, ഭാരതി 2012 തന്നെ വന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കറണ്ട് അഫെയറിലേക്ക് പോവാം. വി ഹാവ് ടു ഡിസ്കസ് ദ അന്റാർട്ടിക് ട്രീറ്റി. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അന്റാർട്ടിക് ട്രീറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണമുണ്ട്. അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ഇറ്റ്സ് 46th എഡിഷൻ വാസ് ഹെൽഡ് അറ്റ് കൊച്ചി. അപ്പം അന്റാർട്ടിക് ട്രീറ്റിയുടെ കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് 46ാമത്തെ പതിപ്പ് എവിടെയാണ് നടന്നത് സ്റ്റുഡൻസ്? കൊച്ചിയിലാണ് നടന്നത്. അതുപോലെ ഇവിടെ വേറെ ഒരു മീറ്റിംഗ് കൂടെ നടന്നിട്ടുണ്ട്. CEPയുടെ 26th മീറ്റിംഗ് ഇവിടെ നടന്നു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പഠിക്കണം. പക്ഷേ ഇതിനു മുമ്പ് നമുക്ക് ചില ബേസിക്സ് അറിയണം. അന്റാർട്ടിക് ട്രീറ്റിയുടെ കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അന്റാർട്ടിക് ട്രീറ്റി എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ അന്റാർട്ടിക് ട്രീറ്റി വാസ് എ ട്രീറ്റി സൈൻഡ് ഇൻ 1959. അത് ഓർത്തിരിക്കുക. വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് അന്റാർട്ടിക്ക ആസ് എ റീജിയൻ ഡെഡിക്കേറ്റഡ് ടു പീസ്ഫുൾ പർപ്പസസ്, സയൻറ്റിഫിക് കോപ്പറേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ അന്റാർട്ടിക് ട്രീറ്റിയുടെ ബേസിക് ഒബ്ജക്റ്റീവ് ഇത് 3 അന്റാർട്ടിക്കയെ പീസ്ഫുൾ പർപ്പസിന് മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ അവിടെ മിലിറ്ററി ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല. അതുപോലെ ഇത് സയൻറ്റിഫിക് കോപ്പറേഷന് പറ്റിയൊരു സ്ഥലമാണ്. രാജ്യങ്ങളെല്ലാം സയൻറ്റിഫിക് കോപ്പറേഷൻ നടത്തും. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ എയിമിങ് ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഓഫ് യുവർ അന്റാർട്ടിക്ക. ഓക്കെ, അപ്പം ഒറിജിനലി ഇതിനകത്ത് 12 പേരാണുള്ളത്. ഓവർ ദി ഇയേഴ്സ് ദ ട്രീറ്റി ഹാസ് ഗാർണേഡ് വൈഡ് സ്പ്രെഡ് സപ്പോർട്ട് വിത്ത് 56 കൺട്രീസ് കറൻ്റ്ലി പാർട്ടി ടു. ഇപ്പോൾ 56 മെമ്പേഴ്സ് ഉണ്ട്. ഒറിജിനലി 12 ആയിരുന്നു. ഇന്ത്യ 1983 തൊട്ട് ഇതിൻ്റെ മെമ്പറാണ്. ഇറ്റ് ഹാസ് ബീൻ എ കൺസൾട്ടേറ്റീവ് പാർട്ടി ടു അന്റാർട്ടിക് ട്രീറ്റി സിൻസ് 1983. അപ്പം നമ്മളെ സംബന്ധിച്ച് അന്റാർട്ടിക് ട്രീറ്റി വന്നത് 59-ൽ. ഒറിജിനലി 12 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 56 പേരുണ്ട്. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താ? പീസ്ഫുൾ പർപ്പസസ്, സയൻറ്റിഫിക് കോപ്പറേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇനി അന്റാർട്ടിക് ട്രീറ്റിക്ക് എഫക്റ്റ് നൽകാൻ നമ്മൾ സ്വന്തമായിട്ടൊരു അന്റാർട്ടിക് ആക്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഇൻ 2022. ക്ലിയർ? ഇനി അന്റാർട്ടിക് ട്രീറ്റിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ പിക്ചറിൽ കിടക്കുന്നത്. ചില പോയിന്റ്സ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. അന്റാർട്ടിക്കയെ ഒരു തരത്തിലുള്ള മിലിറ്ററി യൂസിനും ഒരു രാജ്യവും ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ എല്ലാവർക്കും ഫ്രീഡം ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കാണും ആൻഡ് ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് സയൻറ്റിഫിക് പ്ലാൻസ്. ഇതിനെ രണ്ടും നമുക്ക് സയൻറ്റിഫിക് കോപ്പറേഷൻ്റെ പരിധി കൊണ്ടുവരാം. അതാണ് ഞാൻ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആദ്യം നൽകിയത്. എനി ടെറിട്ടോറിയൽ ക്ലെയിംസ് പുട്ട് ഓൺ ഹോൾഡ്. അതായത് ഇത് അന്റാർട്ടിക്ക ആരുടെയും സ്ഥലമല്ല, എല്ലാവരുടെയും കൂടെ സ്ഥലമാണ്. ഇറ്റ് ഇസ് ലൈക്ക് എ ഗ്ലോബൽ കോമൺ. ഓക്കെ, നാളെ അമേരിക്ക വന്നിട്ട് അന്റാർട്ടിക്ക മൊത്തം എൻ്റെ ആണെന്ന് പറഞ്ഞാൽ അതാരും കേൾക്കാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ ഫ്രീ സോൺ. ഇവിടെ ന്യൂക്ലിയർ വേസ്റ്റ് ഡംപ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു ന്യൂക്ലിയർ ആയിട്ടുള്ള സൈറ്റും ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. വെപ്പണറി ഇവിടെ വെക്കാൻ പറ്റില്ല. ഇറ്റ് അപ്ലൈസ് ടു ലാൻഡ് ബട്ട് നോട്ട് സീ. ഓർത്തിരിക്കുക, അന്റാർട്ടിക്കയുടെ ലാൻഡ് ഏരിയ മാത്രമേ ഈ ട്രീറ്റി ബാധകമാവുന്നുള്ളൂ, നോട്ട് അറൗണ്ട് ദ സീ. ഓൾ സ്റ്റേഷൻസ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻസ് ബൈ അനദർ നേഷൻ. നമ്മുടെ സ്റ്റേഷനാണെങ്കിലും വേറെ രാജ്യങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യാം. നാഷണൽ ലോസ് അപ്ലൈ ടു സിറ്റിസൺസ് നോട്ട് ടു ഏരിയാസ്. അപ്പോൾ അന്റാർട്ടിക്കയിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൽ നമ്മുടെ നാഷണൽ ലോ വർക്ക് ചെയ്യില്ല. അവിടെ പക്ഷേ ഇന്ത്യൻ പൗരന്മാരുണ്ടെങ്കിൽ അവരുടെ മേളിൽ ഇന്ത്യൻ ലോ വർക്ക് ചെയ്യും. ദ ട്രീറ്റി മേ ബി മോഡിഫൈഡ് അറ്റ് എനി ടൈം, റിക്വയർസ് യുനാനിമസ് എഗ്രിമെൻറ്റ് ടു ട്രീറ്റി ഓഫ് നേഷൻസ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓൾ ട്രീറ്റി നേഷൻസ് ടു എൻഷുർ നോൺ ക്യാരീസ് ഔട്ട് ആക്ട്സ് അഗെയിൻസ്റ്റ് ദ ട്രീറ്റി. ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ പക്ഷേ ഈ സ്റ്റാർ മാർക്ക് ചെയ്തേക്കുന്നതെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ സയൻറ്റിഫിക് പർപ്പസിന് വേണ്ടിയാണ് ബേസസ് ഉണ്ടാക്കുന്നത്. ന്യൂക്ലിയർ യൂസേജ് പറ്റില്ല, സിവിലിയൻ യൂസേജേ പറ്റൂ, നോ മിലിറ്ററി യൂസേജ് ഓഫ് ദ ഏരിയ. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും ആൾക്കാർ ശ്രദ്ധിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 46th കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. ഓക്കെ, 46th കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടന്നു ഇവിടെ അന്റാർട്ടിക് ട്രീറ്റിയുടെ. ഓക്കെ, അപ്പോൾ ട്രീറ്റി നടപ്പിലാക്കാൻ വേണ്ടി അതിൻ്റെ പാർട്ടീസ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ മെമ്പേഴ്സിനെ ആയിരിക്കും അവർ മീറ്റ് ചെയ്യും. ഇതിനെയാണ് അന്റാർട്ടിക് ട്രീറ്റി കൗൺസിൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. അപ്പോൾ ഈ മീറ്റിംഗ് ഇന്ത്യ നടന്നപ്പോൾ എംപറർ പെൻഗ്വിനുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വലിയ ആവശ്യമാണെന്ന് ഈ ഒരു മീറ്റിങ്ങിൽ ഒരു ധ്വനി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനിൽ ഇത് ഭാഗമാണ്. എംപറർ പെൻഗ്വിൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. എംപറർ പെൻഗ്വിൻസ് നിങ്ങൾക്ക് സ്പീഷീസിനകത്ത് വരാം, സെപ്പറേറ്റ് പഠിപ്പിക്കുന്നില്ല, ഇവിടെ തന്നെ പഠിപ്പിച്ചു പോവാണ്. എംപറർ പെൻഗ്വിൻ്റെ പ്രത്യേകത എന്താ? വേൾഡ്സ് ലാർജസ്റ്റ് പെൻഗ്വിൻ എംപറർ പെൻഗ്വിനാണ്. ഇതിൻ്റെ IUCN ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ IUCN ലിസ്റ്റ് അനുസരിച്ച്, റെഡ് ലിസ്റ്റ് അനുസരിച്ച് ഇത് നിയർ ത്രെട്ടൻഡ് ആണ്. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം എംപറർ പെൻഗ്വിൻ ലോകത്തിലെ ഏറ്റവും വലിയ പെൻഗ്വിനാണ്, ഏറ്റവും സൈസുള്ള പെൻഗ്വിനാണ്. ഇത് IUCN റെഡ് ലിസ്റ്റിൽ നിയർ ത്രെട്ടൻഡ് ആണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ബാക്കി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് സ്ലൈഡ്സിൽ ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വേൾഡിലെ 99.99 പെൻഗ്വിൻ സ്പീഷീസും സൗത്ത് പോളിലാണ് കാണപ്പെടുന്നത്.
ഓക്കെ, സദേൺ പോൾ അല്ലെങ്കിൽ സൗത്ത് പോളിലെ സൗത്ത് ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയറിലാണ് 99.99% പെൻഗ്വിൻ സ്പീഷീസും കാണപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒന്നൊഴിച്ച് എല്ലാം സദേൺ ഹെമിസ്ഫിയറിലാണ്. ലോകത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന ഒരേ ഒരു ഈ പറയുന്ന പെൻഗ്വിൻ സ്പീസി ഉള്ളൂ. ഈ സ്പീഷിയുടെ പേരാണ് ഗാലപ്പഗോസ് പെൻഗ്വിൻ. ഗാലപ്പഗോസ് ഐലൻഡിൻ്റെ അടുത്ത് കാണുന്ന ഗാലപ്പഗോസ് പെൻഗ്വിൻ. ഇറ്റ് ഈസ് ദ ഒൺലി പെൻഗ്വിൻ സ്പീഷീസ് ടു ലിവ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. മനസ്സിലാക്കുക, പെൻഗ്വിൻ സ്പീഷികളെല്ലാം തന്നെ ഏകദേശം എല്ലാം തന്നെ 99.9%ഉം സദേൺ ഹെമിസ്ഫിയറിലാണ് അതിൻ്റെ ആവാസ സ്ഥലം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒറ്റ ഒരു സ്പീഷീസ് ഓഫ് പെൻഗ്വിനെ നമുക്ക് കാണാൻ പറ്റൂ, ഗാലപ്പഗോസ് പെൻഗ്വിൻ. ക്ലിയർ? ഇതിൻ്റെ IUCN റെഡ് ലിസ്റ്റ് എന്താണ്? എൻഡേഞ്ചർ. അപ്പം എംപറർ പെൻഗ്വിൻ എവിടെയാണ് സ്റ്റുഡൻസ് ഉള്ളത്? സദേൺ ഹെമിസ്ഫിയറിലാണ്, അന്റാർട്ടിക്കയിലാണ്. ഇത് ലാർജസ്റ്റ് പെൻഗ്വിനാണ്. ഓക്കെ, ഇതിൻ്റെ IUCN എന്താണ്? നിയർ ത്രെട്ടൻഡ് ആണ്. ഗാലപ്പഗോസ് പെൻഗ്വിൻ എവിടെയാണ് സ്റ്റുഡൻസ്? ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇതിൻ്റെ IUCN എന്താണ്? എൻഡേഞ്ചേർഡ് ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക, കറണ്ട് അഫെയറിലുള്ളത് കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? അന്റാർട്ടിക് ട്രീറ്റി എന്താണെന്ന് കണ്ടു. ഇതിൻ്റെ കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ഇന്ത്യയിൽ കൊച്ചിയിൽ നടന്നു എന്നറിയും. ഓക്കെ, ഇതിൻ്റെ 46th എഡിഷൻ. പക്ഷേ നമുക്കത് മാത്രം പോരല്ലോ, നമുക്ക് CEPയുടെ 26th എഡിഷൻ നടന്നു എന്നുള്ള ന്യൂസും ഉണ്ട്. അപ്പോൾ CEP എന്താണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇനി അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ട്രീറ്റികളായിക്കോട്ടെ, കൺവെൻഷൻ ആയിക്കോട്ടെ, ഇതിനെല്ലാം ചില പ്രോട്ടോക്കോൾ കാണും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC, ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ആയിരുന്നു സ്റ്റുഡൻസ് നമ്മൾ ഫേമസ് ആയിട്ട് പഠിക്കുന്ന ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുപോലെ അന്റാർട്ടിക് ട്രീറ്റി, അന്റാർട്ടിക് ട്രീറ്റി, ഈ ട്രീറ്റിയുടെ ഒരു പ്രോട്ടോക്കോളാണ് സ്റ്റുഡൻസ് മാഡ്രിഡ് പ്രോട്ടോക്കോൾ. അപ്പോൾ അന്റാർട്ടിക് ട്രീറ്റിയുടെ ഒരു പ്രോട്ടോക്കോളാണ് മാഡ്രിഡ് പ്രോട്ടോക്കോൾ. ഈ മാഡ്രിഡ് പ്രോട്ടോക്കോൾ എന്താണ്? അന്റാർട്ടിക്കയിലെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതിനു വേണ്ടിയുള്ള പ്രോട്ടോക്കോളാണ് മാഡ്രിഡ് പ്രോട്ടോക്കോൾ. ക്ലിയർ? ഈ മാഡ്രിഡ് പ്രോട്ടോക്കോൾ സൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ മീറ്റിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് കമ്മിറ്റി ഓൺ. ഈ ഒരു ട്രീറ്റി നടത്താൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്, കമ്മിറ്റി ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള മെമ്പേഴ്സ് മീറ്റ് ചെയ്യുമ്പോൾ അതിനെ, ആ ഗ്രൂപ്പിലുള്ളവരെ നമ്മൾ വിളിക്കുന്നത് കമ്മിറ്റി ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതാണ് CEP. ഇവരുടെ 23ാമത്തെ മീറ്റിംഗ് ആണ്, 26ാമത്തെ മീറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റിയുടെ ഒരു പ്രോട്ടോക്കോൾ മാത്രമാണ് മാഡ്രിഡ് പ്രോട്ടോക്കോൾ. മാഡ്രിഡ് പ്രോട്ടോക്കോൾ എന്തിനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അന്റാർട്ടിക്കയുടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് മാഡ്രിഡ് പ്രോട്ടോക്കോൾ ഉദ്ദേശിക്കുന്നത്. മാഡ്രിഡ് പ്രോട്ടോക്കോളിലെ മെമ്പേഴ്സ് അവരൊരു കമ്മിറ്റി ആയിട്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മിറ്റി ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ദ പ്രോട്ടോക്കോൾ ഓൺ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ടു അന്റാർട്ടിക് ട്രീറ്റി ഈസ് നോൺ ആസ് മാഡ്രിഡ് പ്രോട്ടോക്കോൾ. അപ്പം അന്റാർട്ടിക് ട്രീറ്റിയുടെ തന്നെ ഒരു പ്രോട്ടോക്കോൾ മാത്രമാണ് മാഡ്രിഡ് പ്രോട്ടോക്കോൾ. ദ മാഡ്രിഡ് പ്രോട്ടോക്കോൾ എസ്റ്റാബ്ലിഷ്ഡ് അന്റാർട്ടിക് ആസ് നാച്ചുറൽ റിസർവ് ഡിവോട്ടഡ് ടു പീസ് ആൻഡ് സയൻസ്. ഇവിടെ ന്യൂക്ലിയർ അല്ലെങ്കിൽ മിലിറ്ററി സംഭവങ്ങൾ പോസിബിൾ അല്ല. ദ മാഡ്രിഡ് പ്രോട്ടോക്കോൾ വാസ് ഓപ്പൺ ടു സിഗ്നേച്ചർ ഓൺ 1991. നമുക്ക് ഇമ്പോർട്ടൻറ്റ്, മാഡ്രിഡ് പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 1998ലാണ്. മൈനിങ്ങും അതുപോലെ മിനറൽ റിസോഴ്സസിൻ്റെ എക്സ്പ്ലോറേഷനൊന്നും അലൗ ചെയ്യുന്നില്ല. ഓക്കെ, എൻവയോൺമെൻറ്റിനെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ സിസ്റ്റം ഓഫ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഫോർ ഓൾ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എന്ത് പഠിച്ചിട്ടുണ്ട്? മാഡ്രിഡ് പ്രോട്ടോക്കോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. അപ്പം അന്റാർട്ടിക് ട്രീറ്റിയുടെ തന്നെ ഒരു സബ് പ്രോട്ടോക്കോളാണ് മാഡ്രിഡ് പ്രോട്ടോക്കോൾ. ഇത് നിലവിൽ വന്നത് 1998. അന്റാർട്ടിക് ട്രീറ്റി നിലവിൽ വന്നതോ 1959. ഈ മാഡ്രിഡ് പ്രോട്ടോക്കോൾ എന്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്? അന്റാർട്ടിക്കയുടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആസ്പെക്ട്. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. CEP വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ പ്രോട്ടോക്കോൾ ഓൺ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ടു ദ അന്റാർട്ടിക് ട്രീറ്റി. ഈ അന്റാർട്ടിക് ട്രീറ്റിയുടെ മെയിൻ കൺസൾട്ടേറ്റീവ് മീറ്റിനെ CEP അസിസ്റ്റ് ചെയ്യും. ഇതോടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്കൊരു ബോഡിയുണ്ട്, NCPOR, നാഷണൽ സെൻറ്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യാനിക് റിസർച്ച്. ഇതിനു മുമ്പ് ഒരു കാര്യത്തോടെ ഞാൻ ഒന്ന് പറഞ്ഞ് സൂചിപ്പിക്കാം. ഈ പറയുന്ന അന്റാർട്ടിക്കയിലുള്ള എല്ലാ പോസ്റ്റ് ഓഫീസും ഗോവ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ NCPOR എന്താ? ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ
ഓഫ് ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. NCPOR is India's premier R&D research and development institution responsible for countries' research activities in polar and southern ocean realms. അപ്പോൾ പോളാർ സൈഡിലുള്ള റിസർച്ചും അതുപോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സദേൺ ഓഷ്യനിലുള്ള റിസർച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഓവർസീ ചെയ്യുന്ന നോഡൽ ഏജൻസിയാണ് ഈ പറയുന്ന നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യാനിക് റിസർച്ച്. ഓർത്തിരിക്കുക, സദേൺ ഓഷ്യനും പോളാർ റീജിയൻസിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന നോഡൽ ഏജൻസി NCPOR ആണ്. നമുക്ക് ഈ പറയുന്ന ATCMൻ്റെ മീറ്റിംഗ് നടന്നപ്പോഴും അത് ഓവർസീ ചെയ്തത് NCPOR ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ നോഡൽ ഏജൻസി ഫോർ പ്ലാനിങ്, പ്രൊമോഷൻ, കോർഡിനേഷൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഓഫ് എൻറ്റയർ ഗാമൂട്ട് ഓഫ് പോളാർ ആൻഡ് സദേൺ ഓഷ്യാനിക് സയൻറ്റിഫിക് റിസർച്ച്. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ റിസർച്ച് ബേസ് മൈത്രി, ഭാരതി. ഓക്കെ, ആർട്ടിക്കിലെ ബേസായ ഹിമാദ്രി. ഇവിടെ ഒരു സൈഡ് കറണ്ട് അഫെയർ വരുവാണ്. ആർട്ടിക്കിളിലെ നമ്മുടെ ബേസിൻ്റെ പേര് ഹിമാദ്രി. ഇതിൻ്റെ ഫംഗ്ഷനിങ് എല്ലാം നോക്കുന്നതും NCPOR ആണ്. പിന്നെ നമ്മുടെ ചില റിസർച്ച് വെസൽസ് ഉണ്ട്, ORV, സാഗർ, കന്യ. ഇതിൻ്റെ കാര്യങ്ങളും നോക്കുന്നത് NCPOR ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു കറണ്ട് അഫെയറോട് നമുക്ക് നോക്കാനുണ്ട്. അതായത് നമ്മൾ അന്റാർട്ടിക് ട്രീറ്റിയുടെ മെമ്പറാണ്. അപ്പോൾ അതിന് ഒരു ബലം നൽകാൻ, അതിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അന്റാർട്ടിക് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? അന്റാർട്ടിക് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് 2022. ഇതിൻ്റെ പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ലോസ് വെയർ മെയ്ഡ് ആപ്ലിക്കബിൾ ഇൻ ഏരിയാസ് ഒക്യുപ്പൈഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇന്ത്യൻ പേഴ്സണൽ ലിവിങ് ഇൻ ദാറ്റ് കോണ്ടിനെൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ത്യ ഒരു നിയമം പാസ്സാക്കി എന്നിട്ട് പറഞ്ഞു ഇന്ത്യൻ കോടതികളുടെ ജൂറിസ്ട്രിക്ഷൻ ഇന്ത്യ ഒക്കുപ്പൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അന്റാർട്ടിക്കയിൽ ഇന്ത്യ ഒക്കുപ്പൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ബാധകമായിരിക്കും. അതുപോലെ ഇന്ത്യൻ അന്റാർട്ടിക്കയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരിലും ഇത് ബാധകമായിരിക്കും. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് റെഗുലേഷൻ ടു എൻഷുർ ദാറ്റ് സയൻറ്റിഫിക് മിഷൻ ഓഫ് കൊമേഴ്ഷ്യൽ എക്സ്പെഡിഷൻ ഡു നോട്ട് ഹാം ഇക്കോളജി ഓഫ് ദ കോണ്ടിനെൻറ്റ്. നമ്മൾ എന്തെങ്കിലും സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് നടത്തിയാലും അത് അവിടുത്തെ ഇക്കോളജിയെ ബാധിക്കാൻ പാടില്ല. പ്രൈവറ്റ് ടൂർസ് ആൻഡ് എക്സ്പെഡിഷൻസ് ടു അന്റാർട്ടിക്ക വുഡ് ബി പ്രൊഹിബിറ്റഡ് വിത്തൗട്ട് എ പെർമിറ്റ് ഓഫ് ദ റിട്ടേൺ ഓതറൈസേഷൻ ബൈ മെമ്പർ കൺട്രി. അപ്പം നമ്മൾ അവിടെ പ്രൈവറ്റ് ടൂറുകളും ട്രിപ്പുകളൊന്നും പറ്റില്ല. പറ്റണമെങ്കിൽ തന്നെ മെമ്പർ കൺട്രീസിൻ്റെ പെർമിഷൻ വേണം. ഇറ്റ് ലേസ് ഡൗൺ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ പഠിക്കേണ്ട ഇതാണ്, ഇന്ത്യൻ നിയമങ്ങൾ നമ്മുടെ റിസർച്ച് സ്റ്റേഷനുകളിലും അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യൻ പൗരന്മാരിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു കാര്യം കൂടെ, ഈ അന്റാർട്ടിക്ക ആക്ട് വഴി നമ്മൾ ദ ഇന്ത്യൻ അന്റാർട്ടിക് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Under the Indian Antarctic Act, it aims to protect Antarctic environment and its associated ecosystem by providing regulatory framework for India's activities in Antarctica. Okay, ഇതും മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ അണ്ടറിലായിരിക്കും. എസെൻഷ്യലി ആക്ടിങ് ആസ് അപെക്സ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഫോർ അന്റാർട്ടിക് ഓപ്പറേഷൻസ്. അപ്പോൾ NCPOR നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിനെ നോഡൽ ഏജൻസി എന്ന് പഠിക്കുക. ഇത് നോഡൽ ഏജൻസി. ഓക്കെ, സൗത്ത് ഓഷ്യനും സദേൺ ഓഷ്യനും പോളാർ റിസർച്ചിനും നമ്മൾ ഇന്ത്യൻ അന്റാർട്ടിക് അതോറിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഏപെക്സ് ഡിസിഷൻ മേക്കിംഗ് ബോഡി. ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുന്നതായിരിക്കും എളുപ്പം. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പഠിച്ചിട്ട് നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ മറന്നുപോയൊരു കാര്യമാണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല സ്റ്റുഡൻസ്, അന്റാർട്ടിക്ക കിടക്കുന്നത് ഈ ഒരു ഓറിയൻറ്റേഷനിലാണ്. ദിസ് ഈസ് അന്റാർട്ടിക്കാസ് ഓറിയൻറ്റേഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, അന്റാർട്ടിക്കയുടെ വെസ്റ്റേൺ സൈഡാണ് വെള്ളത്തിൽ സബ്മേർജ്ഡ് ആയിട്ട് കിടക്കുന്നത്. ഈസ്റ്റേൺ സൈഡ് കുറച്ചുകൂടെ റേസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വെസ്റ്റേൺ സൈഡ് കൂടുതൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അപ്പോൾ വെള്ളം ചൂടായാൽ ഇവിടെ ആയിരിക്കും ഐസ് ലോസ്റ്റ് അല്ലെങ്കിൽ ഗ്ലേഷ്യർ മെൽറ്റ് കൂടുതലാവുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഐസ് മെൽറ്റ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ പാർട്ട് ഓഫ് അന്റാർട്ടിക്കയാണ്. ഇത് ഓർത്തിരിക്കുക. ഈസ്റ്റേൺ ഭാഗം കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ ഭാഗം വെള്ളത്തിൽ കുറച്ച് മുങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആയിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലേഷ്യർ മെൽറ്റ് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഈസ്റ്റേൺ ഭാഗം റിലേറ്റീവ്ലി പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് എ റേസ്, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻ ദ ലാൻഡ്. അപ്പം ഇതിനകത്ത് എഫക്റ്റ് കുറവാണ്. രണ്ടിടത്തും വരുന്നുണ്ട്, പക്ഷേ കൂടുതൽ എഫക്റ്റ് വരുന്നത് വെസ്റ്റിലാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ട്വൈറ്റ്സ് ഗ്ലേഷ്യർ എവിടെയാണുള്ളത്? വെസ്റ്റിലാണുള്ളത്, വെസ്റ്റേൺ അന്റാർട്ടിക്കയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേയധികം ന്യൂസുകൾ പഠിച്ചു. മൗണ്ട് എറബസിനെ പറ്റി പഠിച്ചു, ട്വൈറ്റ്സ് ഗ്ലേഷ്യറിനെ പറ്റി പഠിച്ചു. ഓക്കെ, അതുപോലെ ഇന്ത്യയുടെ റിസർച്ച് ബേസസ് 3 ദക്ഷിൺ ഗംഗോത്രി, മൈത്രി, ഭാരതി, ഇതിനെപ്പറ്റി പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് അന്റാർട്ടിക്
ട്രീറ്റിയെ പറ്റിയും അന്റാർട്ടിക് ട്രീറ്റിയുടെ കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിനെ പറ്റി പഠിച്ചു. മാഡ്രിഡ് പ്രോട്ടോക്കോളിനെ പറ്റി പഠിച്ചു. ഓക്കെ, നമ്മൾ എംബറർ പെൻഗ്വിനെ പറ്റിയും ഗാലപ്പഗോസ് പെൻഗ്വിനെയും പറ്റിയും പഠിച്ചു. പിന്നെ ഇന്ത്യൻ അന്റാർട്ടിക് ആക്ടിനെ പറ്റി പഠിച്ചു. ഓക്കെ, NCPORനെ പറ്റി പഠിച്ചു, ഇന്ത്യൻ അന്റാർട്ടിക് അതോറിറ്റിയെ പറ്റി പഠിച്ചു. അപ്പോൾ ഇത്രയും കറണ്ട് അഫെയർ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അന്റാർട്ടിക്ക റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ടായിരിക്കും. ഐ വിൽ ടേക്ക് അപ്പ് ദ എക്സ്ട്രാ ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.